സതീശനെതിരെ ശക്തമായി പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശന്റെ ഡീൽ ആരോപണങ്ങൾ നുണയാണ്. രാവിലെ എഴുന്നേറ്റാൽ നുണ പറയലാണ് സതീശന്റെ പണി. അത് ഉറങ്ങും വരെ തുടരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. RSSുമായി ഡീലുണ്ടെന്ന് വെറുതെ നുണ പറയുകയാണ്. RSSനെ ശക്തമായി എതിർക്കുന്നത് CPM ആണെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നും RSSുമായി ബന്ധമുള്ള പാർട്ടി UDF ആണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നേമത്ത് BJP അക്കൗണ്ട് പൂട്ടിച്ചത് CPM ആണ്. വോട്ട് കണക്ക് നോക്കിയാൽ ആരാണ് BJP ജയിപ്പിച്ചതെന്ന് മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പിൽ വികസന നിലപാടിനെതിരെ നിലപാടെടുത്ത ഏക പ്രതിപക്ഷം ഇവിടെയാണുള്ളത്. VD സതീശൻ വർഗീയതയ്ക്കെതിരാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ നൽകുമെന്ന് പരസ്യമായി പറഞ്ഞു. സതീശൻ ഒരു അക്ഷരം പറഞ്ഞു. KM ഷാജി എവിടെ മത്സരിച്ചാലും വർഗീയത മാത്രമേ പറയൂ. KM ഷാജി വർഗീയവാദത്തിന്റെ മുഖമുദ്രയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശുദ്ധ അസംബന്ധവും മറ്റൊരു കളവുമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. 1977 ജനസംഘവും RSSും ഉണ്ടായിട്ടില്ല. എല്ലാവരും ചേർന്ന് ജനതാ പാർട്ടിയായി മത്സരിച്ചു. അടിയന്തരാവസ്ഥക്കെതിരെയായിരുന്നു പോരാട്ടം. ഇന്ദിരാഗാന്ധിക്കെതിരെ എടുത്ത നിലപാടായിരുന്നു. കോൺഗ്രസ് അടിയന്തരാവസ്ഥയ്ക്കൊപ്പമാണെന്ന് പറയുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തുറന്നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. RSS ബന്ധം ആരോപിച്ചുള്ള VD സതീശന്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നുണകളുടെ രാജാവാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. നുണയാണല്ലോ പ്രധാനമായും ഇവർ പ്രചരിപ്പിക്കുന്നത്. എല്ലാം തന്നെ RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.